ആലപ്പുഴയിലും പല മേഖലകളും വെള്ളക്കെട്ടിന്റെ ദുരിതം പേറുന്നുണ്ട്. പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം മുറിച്ചുവിടാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. തീരമേഖലയും ആശങ്കയിലാണ്. ജില്ലയിൽ 500-നടുത്ത് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളം കയറിയ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ബന്ധുവീടുകളിലേക്കും മറ്റും അഭയം തേടിയിരിക്കുകയാണ്. പഞ്ചായത്ത് റോഡ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾക്ക് പാലമില്ല, വഴിയില്ല, റോഡില്ല, ഒന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് 7-8 വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ കായലിൻ്റെ നടുക്ക് കിടക്കുന്ന പോലെ കിടക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാലും ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് കരക്കെടുക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? പാടത്ത് തുമ്പി കൂടെ വെള്ളം പോകുന്നില്ല. അങ്ങനെ ഇപ്പം മോട്ടോർ ഓടിക്കാൻ തുടങ്ങി. 2-3 ദിവസം കൊണ്ട് വെള്ളം പറ്റും. എല്ലായിടത്തും വെള്ളം, വഴിയെല്ലാം വെള്ളം, എല്ലാ വീട്ടിലും വെള്ളമൊക്കെ മൊത്തം വെള്ളം, അകത്തെല്ലാം വെള്ളവും. പിന്നെ അതെ വരയ്ക്കാത്തന്നല്ലേ ഞാനിപ്പോൾ ഇറങ്ങി വന്നത്. ഇപ്പം നനഞ്ഞിരിക്കുക, ഒന്നും കൊള്ളത്തില്ല. ഇപ്പോൾ ഇങ്ങനത്തെ എല്ലാം പോയി കാട്ടിലാണ് മുങ്ങിയിരിക്കുന്നത്. കയറി കാണാം വേണമെങ്കിൽ. കടലിൽ ശക്തമായ തിരയുണ്ട്. പലയിടത്തും കടലേറ്റ ഭീഷണിയിലാണ്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, പുന്നപ്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് കഴിഞ്ഞുകൂടുന്നത്. അപകടാവസ്ഥയല്ലാണ് ഇതിൻ്റെ റിപ്പോർട്ട്. ഇത് ആകപ്പാടെ ഏത് സമയം എന്തും ഇവിടെ സംഭവിക്കും. ആകപ്പാടെ രാത്രിയിലൊക്കെ ഒരു അല്പം റോഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇത് ഏത് സമയം ഇത് കടൽ കയറ്റത്തിൽ നശിക്കും. കടലിലേക്ക് വെള്ളം അതിവേഗം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഇന്നലെ അതിശക്തമായ മഴ പെയ്ത ചേർത്തലയിൽ ഉൾപ്പെടെ ജനജീവിതം ദുസ്സഹമാവും. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.